നമ്മുടെ ആശാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ സിംഗ് അത് മാത്രം മറക്കരുത്. എടാ നമ്മുടെ ആശാൻ വെട്ടൊന്ന് മുറി രണ്ടെന്നുള്ള സ്വഭാവം. ഇനി വന്നാണ് ബോംബെ രണ്ടാമത് പറഞ്ഞാൽ മതി, അത് കയറി പറയല്ലേ. പറഞ്ഞോളാം മീറ്ററിൽ പറയണേ. അളിയാ നമ്മൾ എവിടെ നിർത്തിയത്? ആശാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരപ്പറമ്പിലെ മറ്റേ അവന്റെ കാല് വെട്ടിയ കേസില്ലേ, അത് എടുത്തു പറയണം. ഞാൻ പറയാം, അവന്റെ പേരും പറയണം. ആശാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞോണ്ടല്ലേ ബോംബെ. ഞാനൊരു കാര്യം പറയട്ടെ. വൃത്തിയോട്ടവനെ രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടോടാ, നിന്റെ കണ്ണിലെന്താ കുരിയോ? ഒരു മര്യാദ വേണ്ടടാ. അളിയൻ പറയല്ലേ ആശാന്റെ? ആശാനെടാ നീ പഠിച്ചത്. ആശാനെ ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല. നിർത്താശാനെ, ബെല്ലടിച്ചാലും ഞാൻ നിർത്തും. നിന്റെ ഒറ്റയടിക്ക് ആശാൻ LP സ്കൂളിൽ പോയി കേട്ടോ. ആശാനെ കണ്ണു തുറക്ക്. എടാ ഒരുത്തനല്ലേടാ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞത്, നീ 9 വരെ കൊണ്ടുവന്ന് അത് ഒരേ മുഖമുള്ളവന്മാരാ. അയ്യോ എന്തിനാണ് ഇത് കാണിച്ചത്? ആശാനെ അവൻ ഒരുത്തനേ ഉള്ളു. ഒറ്റയടിക്ക് ആശാന്റെ കണ്ണിന്റെ റെറ്റിന പോയതാ. കണ്ണു തുറന്നു അങ്ങോട്ട്. എന്നെ കൈവച്ചില്ലടാ നീ. ആചാര്യ അറിയാതെ പറ്റിപ്പോയതാ. ആളറിഞ്ഞ ഇവനെ കൊന്നേനായിരുന്നു. അതല്ല ആചാര്യനെ കൂടെ നിർത്തി ആചാര്യ എന്ത് തരും? തന്നോണ്ടിരിക്കുവാണല്ലോ. തന്നല്ലോ. അതല്ല ആചാര്യ എന്നും ഒരു താങ്ങായിരിക്കും. പിന്നെ ഞാൻ കൊലച്ചിരിക്കുന്ന വാഴയില്ല, താങ്ങുണ്ടാക്കി തരാം. ആചാര്യ അനുഗ്രഹിക്കണം. ആശാനെ എന്റെ പേര് രഘു. നല്ല പേര് കേട്ടാ. നല്ല പേര്, നല്ല പേര്. എനിക്ക് ചെറിയ ചെറിയ മോഷണം, പിടിച്ചുപറി, ചെറിയ പോക്കറ്റടി, ഇതൊക്കെയായിരുന്നു എന്റെ പരിപാടി. ചെറിയ കാര്യങ്ങൾ. പക്ഷേ അതുകൊണ്ട് നമ്മുടെ ചെലവും കാര്യങ്ങളും നടക്കത്തില്ലല്ലോ. വിലക്കയറ്റം ഭയങ്കര ജീവിക്കാൻ പറ്റൂല ആണല്ലോ. അതുകൊണ്ട് ഞാൻ ഇനി മുതൽ ഹൈടെക് ആവാൻ തീരുമാനിച്ചു. അതായത് കിഡ്നാപ്പിംഗ്, ട്രെയിൻ ഹൈജാക്കിംഗ്, ബാങ്ക് റോബറി, ATM റോബറി എന്ന് വേണ്ട സകല പരിപാടി. ഇതൊക്കെ എന്തിനാ ഞാൻ ആദ്യമായിട്ട് കേൾക്കേ. ഇനി ഇംഗ്ലീഷ് സിനിമയുടെ പേര് വല്ലോണ. ഒരു കാര്യം ചെയ്യും, എല്ലാം അറിയാം. അതൊക്കെ നമുക്ക് ചെയ്യാം. ആശാനെ അന്ന് ആദ്യം നമുക്ക് ബാങ്ക് റോബറി ഇറങ്ങിയാലോ? എന്തൊരു പൽപ്പറി പറിക്കണം. 2 ചാക്ക് പറിച്ചു കൊടുക്കാന്ന് പറയാം. 2 ചാക്കൊണ്ട് നമുക്ക് പറിക്കാം. നമ്മൾ കള്ളന്മാര് എണ്ണയും തേച്ച് കയറി പോകുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരിക്കലും നമ്മൾ കയറി ചെല്ലരുത്. കാരണം എണ്ണ തേച്ച് അവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. അവരെടുത്ത് പൊരിക്കുമെന്ന്. ആശാനെ ഒരു മിനിറ്റ്, ഞാൻ വേറെ സംശയം ചോദിക്കട്ടെ. നമ്മൾ ഈ കള്ളന്മാര് ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? അയ്യോ അങ്ങനെ പറ്റരുത്, അങ്ങനെ ചെയ്യരുത്. ഒരു കിണ്ടെങ്കിലും കൈ കരുതണം. അതിന് ഇല്ലെങ്കിൽ നമ്മളെ കൂട്ടത്തോട് തന്നെ ചോദിക്കും, എടാ നീയൊക്കെ ആ വീട്ടിൽ കയറിയിട്ട് നിന്റെ ഒരു കിണ്ടി കിട്ടിയില്ലടാന്ന് വെക്കും. അവള് ചൂളിപ്പോവും. അത് മോശമാണ്. കിണ്ടി കഴിയാന്നല്ലേ? 8:30 മണിയായി. അരമണിക്കൂർ 9. അതിനുമ്പിട്ട് ബോട്ട് ചെയ്യല് പ്ലാനെല്ലാം, ബോട്ട് ജെട്ടിയുടെ പ്ലാനുകളെല്ലാം പെട്ടെന്ന് പാടാ. അതായത് നിന്നെ ഞാൻ ഒരു ദൗത്യം ഏൽപ്പിക്കും. ഇതാണ് നമ്മുടെ സ്കെച്ചിങ് പ്ലാൻ. അതായത് നമ്മൾ ഇതുവഴി കയറുന്നു. അപ്പൊ ഏതുവഴി ഇറങ്ങണം ആശാനെ? ആദ്യം ഒന്ന് കേറ പട്ടി. ഇതുവഴി കയറുന്നു. വളഞ്ഞു വരുമ്പോഴത്തേക്ക് ഇവിടെയാണ് മങ്കാത്തയുടെ വീട്. അയ്യോ പ്ലാൻ തിരിഞ്ഞുവിടാ. ഇതാണ് തങ്കമ്മയുടെ വീട്. തങ്കമ്മയുടെ വീടിന്റെ അടുക്കള വാതിൽ അവിടെ എത്തുമ്പോ നിങ്ങളും തങ്കമ്മയായിട്ട് എന്തെങ്കിലും ഏർപ്പാടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലായിക്കോണം. നമ്മളെ വിളിച്ചോണ്ട് കൂട്ടി നിർത്താൻ നോക്കരുത് കേട്ടല്ലേ? അതല്ലത്. പിന്നെ ഇവിടെ തങ്കമ്മയുടെ ഈ അടുക്കളയുടെ അവിടെയല്ലേ മതില്, മതില്. ഈ മതിലെടുത്തങ്ങ് ചാടണം. അപ്പോ ചാടല് ഇറച്ചി പട്ടികളെ കടിച്ച് പാടി വെച്ചാലും കണ്ടതാ. എടാ ഈ തങ്കമ്മയുടെ മതിലെടുത്ത് ചാടണം. ചാടാൻ പറ്റത്തില്ലല്ലോ, അവിടെ കടിക്കുന്ന പട്ടിയില്ല ആശാനെ. ഇവിടെ കന്നിമാസമല്ലേ, പട്ടികളുടെ ഡ്യൂട്ടിയിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ശ്രദ്ധിക്കണം. അപ്പൊ ഈ ഇടവഴി കഴിയുമ്പോഴത്തേക്ക് അവിടെയാണ് ജെട്ടി. ഈ തങ്കമ്മയുടെ മതിലും ചാടി ഈ പട്ടിയുടെ കടിയും കൊള്ളാതെ അവിടെ ചെല്ലുന്നത് ആശാന്റെ ഈ ഒരു കൂറ ജെട്ടി എടുക്കാനാണ്. അല്ല അറിയാൻ വയ്യാണ്ട് ചോദിക്കും. ഈ ജെട്ടിയുടെ മേളിലാണ് നമ്മുടെ സ്പോട്ട്. ജെട്ടിയുടെ മേളിലാണ് സ്പോട്ട്. അവിടെ എലാസ്റ്റിക് അല്ലേ വരുന്നേ? ഇവിടെ പോടാ. അവിടെ ബോട്ട് ജെട്ടിയുടെ കഥ പറയുമ്പോ നീ എലാസ്റ്റിക് പറഞ്ഞിരിക്കുന്ന ബാക്കി പറ. ഇവിടെ ഈ ബോട്ട് ജെട്ടി അവിടെയാണ് നമ്മുടെ ബാങ്ക്. ബാങ്കാ? പിന്നെ അപ്പൊ അവിടെ ക്യാമറ കാണത്തില്ല ആശാനെ? അതിനകത്ത് 1.5 മണിക്ക് നിന്റെ അച്ഛൻ വെച്ചിരിക്കുന്ന ക്യാമറ അല്ലെന്ന്. പിന്നെ അവിടെ ക്യാമറ കാണത്തില്ല. അപ്പൊ നമ്മള് ബാങ്കിൽ അങ്ങനെ കേറും മോട്ടിക്കാൻ. ആര് മോട്ടിക്കാൻ പോണെന്ന്?